അവരിവിടെ പോയോ ബ്രോ? ഈ ബീറ്റല്ലേ? ഓസം ബ്രോ. നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടേ ഇല്ല. എന്തിനാ കള്ളം പറഞ്ഞു? ചെയ്തില്ലേ? എനിക്കെന്തോ ചെയ്ത പോലെ ഉണ്ടായിരുന്നു ബ്രോ. ശരിക്കും? ഷുവർ. കൊള്ളാലോ. ഓ ബ്രോ, മാൻ ടു മാൻ ഒരു സത്യം പറയട്ടെ. പറയ്. എനിക്ക് ഇൻവെ ഇഷ്ടമല്ല ബ്രോ. ഓ, അത് മാത്രമല്ല, അവനായിരിക്കും അത് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവുക. എനിക്കറിയാം. എന്തറിയാന്ന്? അന്ന് എന്താ നടന്നെന്ന് വെച്ചാൽ, ആരുടെ കൂടെ ചുറ്റി കറങ്ങുന്നത്? നീ എന്തെങ്കിലും ഒരു സൈക്കോ പോലെ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ആരുടെ കൂടെ പോയാലും നിനക്കെന്താ? ആര്? ഞാൻ സൈക്കോണോ? പിന്നെന്തിനാ എന്റെ കൂടെ താമസിക്കുന്നത്? വിട്ടോ. നിനക്ക് ആരാണോ ഇഷ്ടം അവന്റെ കൂടെ പോയിക്കോ. സൈക്കോന്റെ കൂടെ നീ ജീവിക്കണ്ട, മനസ്സിലായോ? അതെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. എന്റെ ലൈഫ് നോക്കാൻ എനിക്കറിയാം. ചുമ്മാ ഈ റോട്ടിൽ നിന്ന് ഒച്ച വെക്കണ്ട. പോയി നിന്റെ ജോലി നോക്ക. ഓ, അപ്പൊ ഞാൻ നിനക്ക് ചെലവ് ചെയ്തില്ലേ? ആ കാശൊക്കെ സെറ്റിൽ അത് ചെയ്തിട്ട് തരാം. ഓ, വന്ന് ATM എടുത്തേട്ടെ. വാ. നീ എന്തെങ്കിലും തറയായി പെരുമാറുന്നേ? ആര്? ഞാനോ? ആ, നിനക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ, പിന്നെന്തിനാ അഭിനയിക്കുന്നേ? ഇങ്ങനെ അല്പല്പായി കൊല്ലുന്നതിന് പകരം നീ എന്നെ കൊന്നിട്ട് സന്തോഷായിരിക്കും. എന്റെ ദേഷ്യത്തിന് അവസാനം നിന്നെ അതാ ചെയ്യാൻ പോകുന്നു, നോക്കിക്കോ. വെറും വൃത്തികെട്ടവനാ. അവന് ദേഷ്യം വന്ന് എന്ത് വേണമെങ്കിലും ചെയ്യും ബ്രോ. അവനെ വെറുതെ വിടാൻ പാടില്ല. ഇൻഫർമേഷൻ നന്ദി, വെക്കോ. താങ്ക്സ് ബ്രോ. ബ്രോ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നർമ്മദ മാറ്റർ സാഡാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ 2 നാൾ ഗോവയിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്രോ. വൺ ഗേൾസ് മ്യൂസിക്. ഈ കേസിന് ഞാൻ ആവശ്യമില്ലല്ലോ അല്ലെ? എന്താ ബ്രോ? അല്ല ഗണ്ണ്. നിങ്ങൾ അടിപൊളിയാണ് ബ്രോ. ആ പൊട്ട പറയുന്നതൊക്കെ വിശ്വസിച്ചോണ്ടിരിക്കുക. ഇപ്പൊ എന്തിനാ അവനെ പുറത്തു വിട്ടെ? ഒരാൾ പറയുന്ന സത്യം വാക്കും വോയിസ് ടോണും വെച്ച് പാതിയെ കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഓഫ് കോഴ്സ് ബാക്കി അവരുടെ ബോഡി ലാംഗ്വേജ് കാണിച്ചു കൊടുക്കും. ഇവന്റെ ബോഡി ലാംഗ്വേജ് കള്ളം പറഞ്ഞില്ല. ഡെഫിനറ്റാ ഇന്നസെന്റ്. ചെറിയൊരു ക്രാക്ക് ഉണ്ടെന്ന് മാത്രം. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. നീ ഒന്നും പറയണ്ട. സാറിനെ കാണാൻ ജൂലി എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിട്ടുണ്ട്. വരാൻ പറയും. ജൂലിയ? ആരാ പെണ്ണ്? പെണ്ണോ? ഹേയ്, നർമ്മദയുടെ കൊളീഗും ക്ലോസ് ഫ്രണ്ടും ഒക്കെയാ. ഈ കേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ഒന്ന് കിട്ടും. ലെറ്റ്സ് സീ. നെർവസ് ആകാതിരിക്കൂ. ചുമ്മാ കാഷ്വലായിട്ട് പറയൂ. ആർ യു ഓൾ റൈറ്റ്? നർമ്മദയെ കൊന്നതാരാണ്? അതൊന്നും എനിക്കറിയില്ല സർ. പക്ഷെ ഇൻബ കാരണം അവൾ അന്ന് മുഴുവൻ അപ്സെറ്റ് ആയിരുന്നു. അവൻ എന്താ ചെയ്തേ? നർമ്മദയുടെ അച്ഛൻ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച് അവൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു. പക്ഷെ നർമ്മദ അത് വേണ്ടെന്ന് പറഞ്ഞു. അതിന് അവളുടെ വീട്ടുകാർ ദേഷ്യത്തിൽ അവളെ ചീത്ത വിളിച്ചതിന് 2 വർഷം പാരന്റ്സിനോട് സംസാരിച്ചേ ഇല്ല. അവൾ അത്രമാത്രം സെൻസിറ്റീവ് ആണ് സർ. ഇതൊക്കെ അറിയായിരുന്നിട്ട് പോലും അവൻ അവളെ ചീത്ത വിളിച്ചു സർ. ആരാ ചീത്ത വിളിച്ചേ? ഇൻബ തന്നെ. ഇൻഷുറൻസ് പോളിസിയിൽ പോലും നോമിനിയായിട്ട് പാരന്റ്സിന്റെ പേര് കൊടുക്കാതെ അവന്റെ പേരാണ് കൊടുത്തത്. അവനോട് അത്രയും ട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സാഡിസ്റ്റ് ആണ് സർ അവൻ. അവൾ എത്ര ഹേർട്ടായത് കൊണ്ടായിരിക്കും ഞാൻ കമ്പൽ ചെയ്തിട്ട് പോലും അവളെ ടീം ലോഞ്ചിന് വരാതെ പോയത്. ഓ, ആ സമയത്ത് അവരെവിടെ പോയിരുന്നു? ഹേയ്, കണ്ടിട്ടെന്താ കാണാത്ത പോലെ പോകുന്നേ? അതെ, സീരിയസ് ആയി നിന്നെ ഞാൻ കണ്ടില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് വിചാരിച്ചതാ. പക്ഷെ നീ ഒരു കാര്യം പറഞ്ഞില്ലേ, അകത്ത് എന്തൊക്കെയോ തോന്നുന്നു. ചെറിയൊരു കാര്യത്തെ എന്തിനാ ഇങ്ങനെ വലുതാക്കുന്നേ? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊല്ലാനാണോ? അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക. അതിനെക്കുറിച്ച് സംസാരിച്ച് ഹേർട്ട് ചെയ്യണ്ടെന്ന് കരുതിയാ ഞാൻ ഒന്നും ചോദിക്കാഞ്ഞത്. ശരി, അവനെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സംശയമുണ്ടോ? ഇൻബെ അല്ലാതെ മറ്റാരോടും എനിക്ക് സംശയമില്ല മാഡം. അപ്പോ അവൻ തന്നെ ചെയ്തു കാണും അല്ലേ? അങ്ങനെയും എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഇൻബ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാ. ദേഷ്യം വന്നാൽ പിന്നെ ആരെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല അവന്. പക്ഷേ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് റെസ്റ്റ്ലെസ് ആവാറുണ്ട്.
ഒരുപക്ഷേ ഇൻബ ഇത് ചെയ്യാനും ചാൻസസ് ഉണ്ട്. എന്തിനെത്രയും പേര്? നമ്മൾ മാത്രം പോരെ, അന്വേഷിക്കാനല്ലേ പോകുന്നേ? 10 ലക്ഷം രൂപ ഇൻഷുറൻസിന് വേണ്ടി കൂടെയുള്ളവളെ കൊന്നവനാ. വേണമെങ്കിൽ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് കണ്ടാലോ? നീ ഇന്റർഗേഷനിൽ ചെയ്തത് റീടെക്നിക്കാ. നീ എന്ത് ചോദിക്കണമെന്ന് വിചാരിച്ചു അതാ വിറ്റ്നസിനോട് ചോദിച്ചത്. സോ ഓബിയസ് ആയി നീ കൊടുത്തതിൽ ഇൻപ മാത്രമേ ഉണ്ടായിരുന്നു. ശരി, അപ്പൊ എന്തുകൊണ്ട് വിറ്റ്നസ് ഒക്കെ അവൻ അഗേൻസ്റ്റ് ആയിരിക്കുന്നു? അവിടെ ഇരുന്ന് മുതലേ കണ്ണീര് ഒഴിക്കിയതല്ലേ? അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. ലിസൺ, മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ കണ്ണിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കണ്ണീര് വരിക. അത് അഭിനയമല്ല. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞാലോ? ഡൗട്ടല്ലേ ഉള്ളൂ. അവനാണ് കൊലപാതകം എന്ന് ഒരു എവിഡൻസും ഇല്ലല്ലോ. ഒരു മർഡർ കേസിൽ വിക്ടിം പെണ്ണാണെങ്കിൽ 95% അവളുടെ ക്ലോസ് സർക്കിളിലെ ഒരു ആൺ തന്നെ ആയിരിക്കും. അതുകൊണ്ടാ ഞാൻ വന്നേ. ഒരുപക്ഷെ അവൻ തന്നെ കൊന്നു പറഞ്ഞ് സമ്മതിച്ചാലോ? 3rd ഡിഗ്രി ട്രീറ്റ്മെന്റ് കൊടുത്താലേ താനേ സത്യം പുറത്തു വന്നോളും. മേഡം അകത്തുണ്ടെന്നാ തോന്നുന്നേ. ഒരുപാട് നേരം മുട്ടി നോക്കി, സൈലന്റ് ആണ്. അകത്ത് പോകാൻ വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോന്ന് ഓക്കെ നോക്കൂ. മേഡം. ഇൻബാ, ഇൻബാ, എസ്കേപ്പ് ആയി കാണുവോ? പൊട്ടിച്ചാലോ? അത്രയൊന്നും എനർജി കളയണ്ട. ഇൻബാ, അഗ്നി, അഗ്നി, ഐ തിങ്ക് ഹീസ് ഡെഡ്. എവിടെയും ടച്ച് ചെയ്യരുത്, പുറത്ത് നിൽക്കൂ പ്ലീസ്. ഫോറൻസിക്കിനും ആംബുലൻസിനും ഫോൺ ചെയ്യും. റഫ് സ്കെച്ച് ഫിംഗർ പ്രിന്റ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് ആർ ഓൺ ദ വേ സർ. വീട് പൂട്ടിയിട്ട് തന്നെ ഉണ്ടായിരുന്നു സർ. ആ എവിഡൻസ് ഒന്നും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല സർ. ഡോണ്ട് വറി സർ, എല്ലാം ഞാൻ തന്നെ കൂടെ നിന്ന് നോക്കിക്കോളാം. അഗ്നി സീൻ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ടെറസിൽ കൂടെ വന്നിട്ടും കൊന്നിരിക്കാം. ഞങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല സർ. മർഡർ പോലെ തന്നെ തോന്നുന്നത്. നർമ്മദയെ കൊന്ന അതേ ആൾ തന്നെ ഇൻവയും കൊന്നിരിക്കാം. മേ ബി 2 കൊലപാതകം ഒരാളായിരിക്കും ചെയ്തത്. ഇത് കൊലപാതകമല്ല, സൂയിസൈഡ്. സർ ഐ കോൾ യു ബാക്ക്. എന്താ? ഇൻബ റൈറ്റ് ഹാൻഡ്, അതാണ് ലെഫ്റ്റ് ഹാൻഡിലെ ഇഞ്ചക്ഷൻ മാർക്ക്. മരിക്കാൻ ധൈര്യം കിട്ടാൻ വേണ്ടി അഡ്രിനലിൻ ബൂസ്റ്റ് എടുത്തിരിക്കുക. സ്പോർട്സ്മാൻമാർ യൂസ് ചെയ്യുന്നതാ. മെഡിക്കൽ റപ്പ് ആയതുകൊണ്ട് അവനത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഒരു ഇഞ്ചക്ഷൻ മാർക്ക് കൂടി ഉണ്ടല്ലോ. അത് എം ടി സിറിഞ്ച് മാർക്കാ. വെറും കാറ്റ് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് രക്തക്കുഴലിൽ ബബിൾസ് ഫോം ആയി ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാ. അപ്പോ ഐ കിൽഡേർന്ന് എഴുതിയത് അവന്റെ സൂസൈഡ് നോട്ടായിരുന്നോ? പാവം, താനാണ് എല്ലാത്തിനും കാരണക്കാരനെന്നുള്ള കുറ്റബോധം. ഒരേ വീട്ടിൽ 2 ഡെത്ത്. ശരിക്കും മീഡിയ ഇഷ്യൂ ആവും. മീഡിയ ഇങ്ങനെയുള്ള ഇൻസിഡന്റ് നടന്നാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിലും ജനങ്ങൾ മീഡിയയിലും നമ്മളുടെ അടുത്തും വരാൻ ഭയപ്പെടും. നമ്മൾ പോയി വാതിലിൽ മുട്ടുന്നവരെ വെയിറ്റ് ചെയ്യും. മുട്ടാം.